ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇംഗ്ലീഷ് ഗൈഡ് രാജു എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് ഇംഗ്ലീഷ് വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ഫ്രീ ആയി സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാൻ താല്പര്യമുണ്ടോ? എന്നാൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ബാക്കി എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ വ്യക്തമായി പറഞ്ഞു തരാം. അത് കേട്ടതിൽ എനിക്ക് ദുഃഖം തോന്നുന്നു, അല്ലെങ്കിൽ അത് കേട്ടതിൽ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നുന്നു എന്നൊക്കെ നമുക്ക് ചിലപ്പോൾ പറയേണ്ടി വരും അല്ലേ? എങ്ങനെയാണ് അതിനെക്കുറിച്ച് കേട്ടതിൽ എനിക്ക് ദുഃഖം തോന്നുന്നു എന്ന് നമ്മൾ പറയുക? സപ്പോസ് ഇപ്പോൾ ഒരു മരണ വാർത്ത കേൾക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ഫെയിലിയർ സ്റ്റോറി കേൾക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ വേറൊരാളുടെ വളരെ വിഷമകരമായിട്ടുള്ള ഒരു ന്യൂസ് കേൾക്കുമ്പോൾ നമ്മൾ പറയും, അതിനെക്കുറിച്ച് കേട്ടതിൽ എനിക്ക് ഭയങ്കര വിഷമം തോന്നുന്നു. എങ്ങനെയാണ് അതിനെക്കുറിച്ച് കേട്ടതിൽ എനിക്ക് ദുഃഖം തോന്നുന്നു നമ്മൾ പറയാം? ഐ ആം സോറി ടു ഹിയർ ദാറ്റ്. എങ്ങനെയാണ്? ഐ ആം സോറി ടു ഹിയർ ദാറ്റ്. ഐ ആം സോറി ടു ഹിയർ ദാറ്റ്. അതിനെക്കുറിച്ച് കേട്ടതിൽ എനിക്ക് ദുഃഖം തോന്നുന്നു എങ്ങനെയാണ് നമ്മൾ പറയാം? ഐ ആം സോറി ടു ഹിയർ ദാറ്റ്. ഐ ആം സോറി ടു ഹിയർ ദാറ്റ്. ഐ ആം സോറി ടു ഹിയർ ദാറ്റ്. ക്ലിയർ? ഇനി നമുക്ക് ചില സിറ്റുവേഷനിലൊക്കെ നമ്മുടെ അടുത്ത് പറയും, പ്ലീസ് ഒന്ന് കുറച്ചുകൂടെ ഒന്ന് ക്ഷമ പാലിക്കണം, അല്ലെങ്കിൽ ദയവായിട്ട് ക്ഷമിക്കണം എന്നൊക്കെ നമ്മൾ പറയല്ലേ? എങ്ങനെയാണ് ക്ഷമ എന്നുള്ളതിന് നമ്മൾ എന്ത് പറയും? പേഷ്യൻസ് എന്ന് പറയും. അപ്പോൾ നിങ്ങൾ കുറച്ച് പേഷ്യൻസ് കാണിക്കണം, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ അടുത്ത് പറയാം? നിങ്ങൾ ദയവായിട്ട് ക്ഷമിച്ചിരിക്കണം എന്ന് എങ്ങനെയാണ് നമ്മൾ പറയാ? പ്ലീസ് ബി പേഷ്യൻറ്റ്. എങ്ങനെയാണ്? ക്ഷമയുള്ളവനായിട്ടിരിക്കണം എന്ന് എങ്ങനെയാണ് നമ്മൾ പറയാ? പ്ലീസ് ബി പേഷ്യൻറ്റ്. പേഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ ക്ഷമയുള്ളവൻ. അപ്പോൾ നമ്മൾ വിചാരിക്കും രോഗി എന്നുള്ളതിനെ നമ്മൾ പേഷ്യൻ്റ് എന്ന് പറയല്ലേ? അപ്പോൾ പേഷ്യൻ്റ് എന്നുള്ളതിൻ്റെ ലിറ്ററൽ മീനിങ് വരുന്നത് ക്ഷമയുള്ളവൻ എന്നാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെയാണ് പറയുക, ഒന്ന് ക്ഷമിച്ചിരിക്കൂ, അല്ലെങ്കിൽ ഒന്ന് ക്ഷമ ഉള്ളവനായിട്ടിരിക്കൂ എന്നൊക്കെ നമ്മളിങ്ങനെ പറയും? പ്ലീസ് ബി പേഷ്യൻറ്റ്. പ്ലീസ് ബി പേഷ്യൻറ്റ്. പ്ലീസ് ബി പേഷ്യൻറ്റ്. ക്ലിയർ? ഇനി നമ്മളൊരു കാര്യം ചെയ്തു, പക്ഷേ അത് നമ്മൾ വിചാരിച്ച പോലെയല്ല സംഭവിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ അറിയാണ്ടൊരു കാര്യം ചെയ്തു പോവാണ്. അപ്പം നമ്മൾ പറയും, ഞാനത് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഞാനത് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് നമ്മൾ എങ്ങനെ പറയാം? ഐ ഡിഡ്ന്റ് മീൻ ടു ഡു ദാറ്റ്. I didn't mean to do that. I didn't mean to do that. I didn't mean to do that. Clear? എങ്ങനെ പറയാം? I didn't mean to do that. I didn't mean to do that. Clear? ഇനി ചില കാര്യങ്ങളൊക്കെ നമ്മളടുത്ത് ചിലർ പറയും, അതത്ര വലിയ കാര്യമൊന്നുമല്ല, ദാറ്റ്സ് നോട്ട് ബിഗ് ഡീൽ എന്നൊക്കെ പറയും അല്ലേ? എന്നിട്ട് നമ്മളോട് എന്ത് പറയും? അത് നിസ്സാരമായിട്ട് അങ്ങ് എടുക്കുക. എങ്ങനെയാണ് ഈ നിസ്സാരമായിട്ട് എടുക്കൂ എന്ന് പറയുക? നിസ്സാരമായിട്ട് എടുക്കൂ എങ്ങനെ പറയും? ടേക്ക് ഇറ്റ് ഈസി. എങ്ങനെയാണ്? ടേക്ക് ഇറ്റ് ഈസി. ടേക്ക് ഇറ്റ് ഈസി. ടേക്ക് ഇറ്റ് ഈസി. ടേക്ക് ഇറ്റ് ഈസി. അപ്പോൾ നിസ്സാരമായിട്ട് എടുക്കുമെന്ന് എങ്ങനെയാണ് നമ്മൾ പറയുക? ഇനി ടേക്ക് ഇറ്റ് ഈസി. ടേക്ക് ഇറ്റ് ഈസി. ക്ലിയർ? ഇനി നമുക്ക് ചില കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ പറയും, ഞാനതിൽ പ്രതീക്ഷ അർപ്പിക്കുന്നു, അല്ലെങ്കിൽ അതിലെനിക്ക് പ്രതീക്ഷയുണ്ട്. എങ്ങനെയാണ് എനിക്ക് അതിൽ പ്രതീക്ഷയുണ്ടെന്ന് നമ്മൾ പറയാം? ഇപ്പം നമ്മൾ ഒരു ലെറ്ററൊക്കെ എഴുതി കഴിഞ്ഞാൽ നമ്മൾ പറയും പ്രതീക്ഷയോടെ എന്നൊക്കെ പറയല്ലേ? എങ്ങനെയാണ് അതിലെനിക്ക് പ്രതീക്ഷയുണ്ടെന്ന് പറയാം? ഐ ആം ലുക്കിംഗ് ഫോർവേഡ് ടു ഇറ്റ്. ഐ ആം ലുക്കിംഗ് ഫോർവേഡ് ടു ഇറ്റ്. ഫോർവേഡ് എന്ന് പറഞ്ഞാൽ മുന്നോട്ട് എന്നൊരർത്ഥം കൂടെയുണ്ട്. പക്ഷേ അതിലെനിക്ക് പ്രതീക്ഷയുണ്ടെന്ന് നമ്മൾ എങ്ങനെ പറയും? ഐ ആം ലുക്കിംഗ് ഫോർവേഡ് ടു ഇറ്റ്. എങ്ങനെയാണ്? ഐ ആം ലുക്കിംഗ് ഫോർവേഡ് ടു ഇറ്റ്. ക്ലിയർ ആണല്ലോ? ഈ ഒരു രീതിയിലായിരിക്കും നമ്മുടെ ട്രെയിനേഴ്സ് നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരിക. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഇതുവരെയായി സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കൂലല്ലോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും നാളെ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.